നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ഇന്നലത്തെ ചില പ്രസ്താവനകൾ കേരളീയ പൊതുസമൂഹം ശ്രദ്ധിക്കാതെ പോയോ എന്ന സംശയം ബാക്കിയാവുകയാണ്. ഇന്നലെ കെ ബി ഗണേഷ് കുമാർ തന്റെ ഭാര്യയെ പറയാനാണെങ്കിലും വിവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണെങ്കിലും ചില കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 112 വിളിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, സർക്കാരിന്റെ ടോൾ ഫ്രീ നമ്പറാണ് 112 എന്നുള്ളത്. അത് പരാതി പറയാനുള്ള നമ്പറാണ്. അപ്പോൾ ഗണേഷ് കുമാറിന്റെ ഒരു പ്രസ്താവന അതിന് പിന്നാലെ വന്നത് ഭ്രാന്തുള്ള ആർക്കും വിളിക്കാവുന്ന നമ്പറാണ് 112 എന്നുള്ളതാണ്. സർക്കാരിന്റെ ഭാഗമായിരിക്കുന്ന ഒരു മന്ത്രിക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? അതിന്റെ പിന്നാലെയാണെങ്കിൽ ഭാര്യയുടെ കമന്റും വന്നു. തനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞതുകൊണ്ടാണ് താൻ പ്രതികരിച്ചത് എന്ന് പറയുന്നുണ്ടെങ്കിലും നിയമപരമായി താൻ ഒന്നിനെയും നേരിടില്ല, താൻ ജീസസിന്റെ മകളാണ്, അതുകൊണ്ട് നിയമവ്യവസ്ഥയ്ക്ക് കീഴ്പ്പെടില്ല എന്നാണ് പറഞ്ഞത്. കേരളത്തിലും ഇന്ത്യയിലും ചില നിയമങ്ങളുണ്ടല്ലോ, ആ നിയമങ്ങൾ എന്തുകൊണ്ടാണ് പാലിക്കപ്പെടാൻ കഴിയില്ല അല്ലെങ്കിൽ പാലിക്കില്ല എന്ന് പറയുന്നത്? ഇപ്പോൾ ഈ സ്ത്രീ വിഷയം മാപ്പിലൊതുക്കി പോകുമ്പോൾ അതവിടെ നിൽക്കട്ടെ. ഏത് തരത്തിലുള്ള അധികാരമുള്ളവനായാലും പണമുള്ളവനായാലും ഇങ്ങനെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിഷയങ്ങളെ അങ്ങനെ അങ്ങ് പരിഹരിച്ചു കൊണ്ടുപോകാൻ കഴിയും എന്ന ഒരു ഇമേജ് അല്ലേ, അത്തരം ഒരു കാര്യമല്ലേ ഇപ്പോൾ പിണറായി വിജയന്റെ സർക്കാരിൽ നിന്നും പുറത്തു വരുന്നത്? മാനസിക വിഭ്രാന്തിയുള്ള ആൾക്കാരെ അപമാനിക്കുക സത്യത്തിൽ അതൊരു പൊളിറ്റിക്കലി കറക്റ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. 112 എന്ന ആ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് പരാതി പറയുന്നവർ അവർ ഭ്രാന്തുള്ളവരാണ്, മാനസികാവസ്ഥ ശരിയല്ലാത്തവരാണെന്ന് പറയുക. അതിനുശേഷം ഇത്തരം ഗാർഹിക പീഡനം, അതുപോലെ തന്നെ മന്ത്രിയെ, അതും വിവാഹിതനായ മന്ത്രിയെ അവിഹിതത്തിന്റെ പേരിൽ കാണുക, ഇത്തരം വിഷയങ്ങൾ ഇത് കോടതിയിൽ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. പോലീസിന് പോലും ഇടപെടാൻ കഴിയുന്ന വിഷയമല്ല ഇത്തരം വിഷയങ്ങൾ. അതിൽ തന്നെ നമുക്കറിയാം, ഇപ്പൊ വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും പോലീസല്ല കൈകാര്യം ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു പ്രശ്നം അവർ പൊതുസമൂഹത്തിൽ വന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും ഒക്കെ ഇടപെട്ട് ഇത് കോംപ്രമൈസ് ആക്കി കൊണ്ടുപോവുകയാണ്. രാവിലെ ഗണേശൻ തിരുവനന്തപുരത്തേക്ക് എത്തിയപ്പോൾ എല്ലാവരും വിചാരിച്ചു രാജിയിലേക്കാണ് പോകുന്നതെന്ന്. ഏതായാലും ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് അത്തരം രാജികൾ ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗമായിരിക്കുന്ന എത്രയോ പേർ രാജിവെക്കണം. അവിടെ സ്ത്രീ വിഷയം എന്ന് പറയുന്നത്, ഇടതുപക്ഷത്തിന് സ്ത്രീ വിഷയം എന്ന് പറയുന്നത് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. സാധാരണഗതിയിൽ എല്ലായിടത്തും അത് മോശമാകും. ഇപ്പോ നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വന്നപ്പോൾ തന്നെ ആകെ പേടിച്ച് കിടുങ്ങി കോൺഗ്രസുകാർ. അതിന്റെ കൂടെ ചില രാഷ്ട്രീയങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള എതിർപ്പും രാഹുൽ മാങ്കൂട്ടത്തെ വെട്ടണമെന്ന് കരുതിയതും എല്ലാം ചേർന്ന് പെട്ടെന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കി. എന്നാൽ പി ശശി, പി കെ ശശി, ഇങ്ങനെ ശശിമാരുടെ തന്നെ നീണ്ട നിര, അതിനുശേഷം മുകേഷ്, അങ്ങനെ ഇടതുപക്ഷ അനുഭാവികൾക്കും വേടൻ, അങ്ങനെ സ്ത്രീ വിഷയത്തിൽപ്പെട്ട കഞ്ചാവ് കേസിൽപ്പെട്ട വേടനെ ആദരിക്കുന്നു. അങ്ങനെ ഇത്തരം കേസുകളിൽപ്പെട്ടവർക്ക് ഒരു പ്രധാനപ്പെട്ട പദവി കൊടുക്കുന്ന പതിവ് CPM-നുണ്ട്. അതുപോലെ പൊളിറ്റിക്കലി കറക്റ്റായ സ്റ്റേറ്റ്മെന്റുകളാണ് ഇന്നലെ വളരെ കൃത്യമായി തന്നെ കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത്. നിയമവ്യവസ്ഥയെ അംഗീകരിക്കില്ല എന്നുകൂടി ബിന്ദു പറഞ്ഞതോടുകൂടി ഇവരെ സംബന്ധിച്ച്, ഇവരുടെ ഏത് വിശ്വാസമാണെന്നതിനെ സംബന്ധിച്ച് പോലും ഇപ്പോൾ തർക്കങ്ങൾ ഉടലെടുക്കുകയാണ്. ക്രിസ്തുമത വിശ്വാസിയാണെന്ന് പറയുമ്പോഴും ക്രിസ്ത്യാനികൾ കേസ് കൊടുക്കുകയും വിവാഹം ഒഴിയുകയും വിവാഹമോചനം നടത്തുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നതാണ്. നിയമങ്ങളെ വളരെ കൃത്യമായി തന്നെ ഫോളോ ചെയ്യുന്ന ക്രിസ്ത്യാനികളുണ്ട്. ഒരു ജീസസും പറഞ്ഞിട്ടില്ല താൻ അങ്ങനെ ചെയ്യണമെന്ന്. ഏതായാലും ജീസസിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണ് താൻ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അവർ പറയുന്നു. അതിനും അപ്പുറത്തേക്ക് മറ്റേ ഗണേഷ് കുമാർ പറയുന്ന സർക്കാരിന്റെ ഭാഗമായിരിക്കുന്ന മന്ത്രി പറയുന്നത് ഇങ്ങനെ പരാതി പറയാൻ വേണ്ടി വിളിക്കുന്നത് വട്ടുള്ളവരാണ് എന്നുള്ളതാണ്. ഏതായാലും താത്വികമായി വേറെ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു. ധാർമ്മിക മര്യാദ ഇല്ലാത്ത കാര്യങ്ങൾ, CPM-ന്റെ പിന്നെ ധാർമ്മികത എന്ന് പറയുന്ന ഒന്നില്ലാത്ത ഒരു പ്രസ്ഥാനമാണ്. അവർ കാണിക്കുന്ന എല്ലാ തെമ്മാടിത്തരത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഒരു ഫിലോസഫിക്കലായ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഫിലോസഫി ആണെന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ പറയാൻ മിടുക്കന്മാരുമാണ്. അതിന്റെ ഭാഗം തന്നെയാണല്ലോ മന്ത്രി കെ ബി ഗണേഷ് കുമാറും. അതുകൊണ്ട് തന്നെ കെ ബി ഗണേഷ് കുമാറും അത് പറയുക സ്വാഭാവികമാണ്. എനിക്ക് തോന്നുന്നു പണ്ടത്തേക്കാൾ കോൺഗ്രസിനുണ്ടായിരുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ഘടകകക്ഷി കോൺഗ്രസിന്റെ UDF-ന്റെ ഘടകകക്ഷി ആയിരുന്നതിനേക്കാൾ ഇപ്പോൾ മാറ്റം ഇപ്പോൾ ഗണേഷ് കുമാറിന് വന്നിരിക്കുന്നു. തത്വികമായി സംസാരിക്കും. ഇന്നലെ കേട്ടില്ലേ സ്ത്രീ വിഷയങ്ങളെ കുറിച്ച് പറയുമ്പോൾ പ്രണയമില്ലാത്തവരാരാണ്? എല്ലാവരും പ്രണയമുള്ളവരാണ്, പ്രണയമില്ലാത്തവർക്ക് ഭ്രാന്താണ്. പിന്നെ അതുപോലെ പ്രണയത്തിൽ ഉള്ള കാര്യങ്ങൾ, പ്രണയത്തെക്കുറിച്ച് 5 ലക്ഷം പ്രണയമുണ്ടെന്നോ 50,000 പ്രണയമുണ്ടെന്നോ 5,000 പ്രണയമുണ്ടെന്നോ ഒക്കെ പറയുന്നു. ഏതായാലും ഗണേഷ് കുമാറിന്റെ വിവാഹിതനായിരിക്കുന്ന ഒരാൾക്ക് പ്രണയത്തെക്കുറിച്ച് താൻ ഒരുപാട് കാമുകന്മാരാണെന്നൊക്കെ പറഞ്ഞായിരിക്കും, തനിക്ക് ഒരുപാട് കാമുകിമാരാണ്, താൻ പലരുടെയും കാമുകനാണെന്നൊക്കെ പറഞ്ഞായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ബിന്ദു മേനോന് പ്രകോപനമായത്. ഏതായാലും എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കിയിട്ടുണ്ട്.
നേരത്തെയും ഇങ്ങനെ തന്നെയാണ്. ഇത് ബിന്ദു മേനോൻ അത് കോംപ്രമൈസ് ആക്കുമെന്ന് നമുക്ക് എവർക്കും അറിയാം. കാരണം അതിന് ചില കാരണങ്ങളുണ്ട്. ഈ യാമിനി തങ്കച്ചിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നടക്കുന്ന ഉടൻ തന്നെയായിരുന്നു ബിന്ദുവിന്റെയും വിവാഹം. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ വിഷയങ്ങളൊക്കെ ബിന്ദുവിനെ അറിഞ്ഞുകൊണ്ട് തന്നെ എടുത്തു വെച്ച കുരിശാണ്. അപ്പോൾ അതങ്ങ് ചുമന്നുകൊണ്ട് പോവുക, തനിക്ക് അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാണ് എന്നൊക്കെ ഇപ്പോൾ പറയുമ്പോൾ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അതങ്ങ് അങ്ങനെ പൊക്കോട്ടെ. പക്ഷേ മേലാൽ സർക്കാരിന്റെ ഭാഗമായിരിക്കുന്ന ഒരു മന്ത്രി ഇത്തരം വർത്തമാനങ്ങൾ പറയുമ്പോൾ കുറച്ചുകൂടി ജാഗ്രത പാലിക്കണം എന്നാണ് പറയാനുള്ളത്.